ഷൂട്ട് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ആദ്യത്തെ ഷൂട്ട്, അതെ, ആദ്യത്തെ ഫോട്ടോഷൂട്ട്. ഇഷ്ടപ്പെട്ടില്ല, വേണ്ട ഷൂട്ട് വേണ്ട. നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പേരെന്ന് പറഞ്ഞു ബ്രോ? ജഗന്നാഥും. അപ്പോൾ ഇവർ രണ്ടുപേരും കേട്ടോ വന്ന് എല്ലാം സെറ്റ് ചെയ്തൊക്കെ തന്നെ. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി മറ്റേ റാപ്പ് ചെയ്തില്ലേ മറ്റേ എന്നും കുളിച്ചിട്ട് വന്ന് ഉറങ്ങുന്നതാണേ. ഇന്ന് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇന്ന് ഉറങ്ങുന്നില്ല, കണ്ണ് തുറന്ന് നോക്കിയിരിക്കും. മറ്റേതൊന്ന് ഉണർന്നിരിക്കാൻ നമ്മൾ കൊതിക്കും, ഇച്ചിരി നേരം ഒന്ന് ഉണർന്നിരിക്കണേന്ന്. നമുക്ക് ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാൻ പറയുമ്പോൾ നീ ഉറങ്ങില്ല കേട്ടോ. ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ രണ്ടുപേരും ബ്ലാക്ക്. ഞാനും ബ്ലാക്ക് ആണ് കേട്ടോ. അതിനകത്തിരിക്കുമ്പോൾ ആ പുല്ലിന്റെ മണ്ടയിലൊക്കെ ഇരിക്കുമ്പോൾ സുഖം കൊണ്ട് ചിലപ്പോൾ ഉറങ്ങായിരിക്കും. അപ്പൊ നമുക്ക് ഉണർത്തിയിട്ട് ഉറക്കിയിട്ട് കൊടുക്കാം. അല്ല, ഉറങ്ങിയാലേ ചുറ്റാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ കൈ ഞങ്ങൾക്ക് വെളി വേണം. കൈ ഇങ്ങനെ ഇട്ടാക്കിയാലേ ഉറക്കമില്ല കേട്ടോ ചെക്ക. അതാ അതിശയമാണ്. മറ്റേത് കുളിച്ചാൽ പാല് പോലും കുടിക്കത്തില്ല, അപ്പൊ കിടന്ന് ഉറങ്ങും. ഇന്നും മനഃപൂർവ്വം ഉറങ്ങുന്നില്ല. റാപ്പ് ചെയ്യാൻ പോവാ ഞങ്ങള്. ചേട്ടൻ നമ്മളെ സവർണാകാൻ പോകണം. മിക്കവാറും ഉണർന്നിരിക്കുകയാണെങ്കിലേ ഈ കൈ രണ്ടും വലിച്ചിങ്ങി എടുക്കും. ഉറക്കാനുള്ള പഠിച്ച 18 പടി നോക്കുക. പറ്റത്തില്ല, ഉറങ്ങത്തില്ല. പക്ഷെ എത്ര ഉണർന്നിരുന്നാലും ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കുമ്പോ ആ ചൂട് തട്ടുമ്പോ അപ്പൊ ഉറങ്ങും. ഉറങ്ങത്തില്ല, അന്ന് വീട്ട് നോക്കി ഉറങ്ങത്തില്ല. ഇപ്പൊ ഉറക്കി തരാം. ഇല്ല, ഫീഡ് ചെയ്താലും ഉറങ്ങും. കിടത്ത് കേട്ടോ. സുഖമായിട്ട് പുലിത്തോലിന്റെ മണ്ടേ കിടന്ന് ഉറങ്ങാൻ നല്ല രസമുണ്ട്. വേറൊരു ലുക്കല്ലേ, കൂടെ കൂടെ ചിരിക്കും, മിന്നൽ പോലെ. കൂടെ കൂടെ ആ കൈ അങ്ങനെ വെച്ചേക്കുന്നല്ലോ. കർട്ടൻസ് ഒക്കെ മാറ്റി ഇനി അടുത്ത തീം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. പാവക്കുട്ടി, 3 പാവക്കുട്ടിയായത്. ആദ്യമായിട്ടാണ് പാവരെടുത്ത് കിടക്കുന്നത്. കളിപ്പാട്ടം കിട്ടുന്നത് ആദ്യമായിട്ട്. നമ്മളിതുവരെ ഒന്ന് വഴക്കില്ലാത്തോണ്ട് കിളിക്കൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ സാധാരണ പിള്ളേരെ കരച്ചിൽ നിർത്താനാ കിളിക്ക് വെക്കുന്നേ. ഇത് ഉണർത്താൻ കിളിക്ക് വേണം അവന്. പുതൽവാ പുതൽവാ വാ പുതൽവാ പുതൽവാ വാ പുകൾ പൂക്കൾ തൂവിട പുവിയെങ്കും പാരടാ. ഗോവയിൽ പോയി കിടക്കുന്നത്, അത് ബീച്ചിലാണ് മോനെ സ്റ്റൈലേ. അവനിങ്ങനെ കിടക്കാനാണ് ഇഷ്ടം സത്യത്തിൽ. അവൻ ഇങ്ങനെയാണ് എപ്പോഴും കിടക്കുന്നത്. ഇനി കുറച്ചും കൂടി ഉറക്കം കഴിയുമ്പോൾ കയ്യിലുള്ള ഹാൻഡ്സപ്പ് ആവും. അതിങ്ങനെ ഇങ്ങനെ ഹാൻഡ്സപ്പ് ആവും. ഇതാണ് ഏറ്റവും ഫേവറേറ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ. നമ്മൾ അടുത്ത കോസ്റ്റ്യൂം മാറിയിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂം ഭയങ്കര ക്യൂട്ടാ,
അടിപൊളിയാ, കാണിച്ചു തരാമേ. റെഡി 1 2 3. நல்லவன் நீ புதல்வா புதல்வா வா புதல்வா புதல்வா வா புகழ் பூக்கள் தூவிட புவி எங்கும் பாரடா மகனே மகனே வா മകനേ. ചിരിപ്പിക്കാനുള്ള ഇപ്പം കരയൂ. ഓടേ നമ്മുടെ കട്ടിൽ ഞങ്ങളുടെ ആദ്യത്തെ കട്ടിൽ, കുഞ്ഞു കട്ടില്. ഒരനക്കമില്ല അവന്. ഇനി നമുക്ക് ഉറക്കം കഴിഞ്ഞു. നല്ല ഉറക്കമായി അവൻ. മൃദുല ചിരിപ്പിക്കാനുള്ള അടവാട്ട. പൊന്നു മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ ചിരിയൂല. അവൻ ഉറക്കത്തിലാണ്ടുപോയി, നല്ല ഉറക്കത്തിലായി പോയി, രക്ഷയില്ല. ഇനി അച്ഛൻ്റെ അടവ് ഇപ്പൊ തന്നെ. സുഖമായിട്ട് ഇവിടെ നിന്ന് ഉറങ്ങുക ഞങ്ങള്. തോറ്റാ രക്ഷയില്ല. ജെയിംസ് അവർക്കൂടെ അവരെ ഒരുപാട് കഷ്ടപ്പെടുന്നതാണ്. കൊച്ചിനെ ഉറക്കണം, കൊച്ചിനെ കിടത്തണം, എടുക്കണം, തീം മാറ്റണം. ഇതിപ്പോ അഞ്ചാമത്തെ തീം, ആറാമത്തെ ഉണ്ടോ? അടുത്ത തീം നമ്മളെ പൂടാം, കൊട്ടക്കകത്ത് വെള്ളപ്പൂട, സൈഡിൽ മത്തങ്ങനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് കണിക്കൊന്നയുടെ വെള്ളം നിറം ഒരു വുഡിൻ്റെ മുകളിലാട്ടോ വെച്ചിരുന്നത്. ഇതിനകത്ത് നമ്മൾ മറ്റേ ഇത് വെച്ചിട്ടുണ്ടല്ലേ. അതുപോലെ അവൻ നമ്മൾ മഞ്ഞ ഡ്രസ്സ് മാറ്റിയിട്ട് നീല, ആ വെള്ളയുടെ കൂടെ നീല ഭയങ്കര വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഗൈസ്. പക്ഷെ ഇനി ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട, ആ സ്റ്റേജ് കഴിഞ്ഞ് ചിരിക്കുന്നൊരു പാതി ഉറക്കത്തിലെ ഡീപ്പ് സ്ലീപ്പാണ്. ഒരു പാതി ഉറക്കത്തിലാണ് ചിരികൾ, നവരസങ്ങൾ പൊട്ടി വളർന്നത്. നല്ല ഉറക്കമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറും ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോ. ചെറുക്കൻ കണ്ണാടി വയ്ക്കുന്ന കണ്ട, ആദ്യമായിട്ട് കണ്ണാടി വയ്ക്കുന്നത്. പണ്ടേ നമുക്ക് അയ്യോ കണ്ണാടി അവനെ കാട്ടി ഉണ്ട്, കണ്ണാടി അവനെ വെക്കുന്നതൊക്കെ തോന്നുന്നു. നീ ആരടാ നീ ഏടാ എന്റെ ലുക്ക്. കളിയാടി വളര് വളര്. നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങളെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. എത്ര ഡ്രസ്സാണ് ഞങ്ങൾ നിട്ടത്. ഇത് ലാസ്റ്റ് ഡ്രസ്സായിരുന്നു. അതെ, ഇനി ഞങ്ങൾക്ക് ഇന്ന് വേണ്ട. ഊരിക്കള, ഇത് ഊരിക്കള. അവനങ്ങ് കുണം വന്നിരിക്കുവോ. ഇത് അവന് കയ്യും കാലം പൊക്കാതെ അവനൊരു സമാധാനം ഇല്ല. കൂടെ കൂടെ
നമ്മളെ റൂം അടക്കം നോക്കി ഫുൾ സാധനങ്ങളാട്ടോ അവരുടെ കുറേ സാധനങ്ങളുണ്ട്. പാക്കിങ് തുടങ്ങി. അപ്പം ബ്രോ താങ്ക് യു സൂപ്പർ ആയിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാരും പോയി. നല്ല ഷൂട്ടായിരുന്നു അല്ലേടി? അടിപൊളിയായിരുന്നു, കിടിലായിരുന്നു കേട്ടോ. നമ്മള് സൂപ്പർ ആയിരുന്നില്ല. അതുപോലെ നമ്മള് അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും അല്ല ഇങ്ങനത്തെ ഷൂട്ട് നടത്തണമെന്നൊന്നും. സാധാരണ ചിലർ എന്ത് ചെയ്യുന്നറിയോ, ഈ കുഞ്ഞിങ്ങനെ ഇത്ര അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ഷൂട്ട് നടത്തും. ഇതിപ്പോ നമ്മള് 3 ആഴ്ചയായി. പിന്നെ കുഴപ്പമില്ല, പക്ഷെ നിർബന്ധമുള്ളായിരുന്നു. പിന്നെ ഗൈസ് നിങ്ങൾക്ക് അറിയാലോ നമ്മളെ വീടിന്റെ കാര്യം നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടാണ്. ചിലപ്പോൾ വീട് ഒക്കെ നമ്മൾ എഴുതിച്ചായിരുന്നു 1 മാസത്തെ എഗ്രിമെന്റിൽ. ഇന്ന് പോയി നമുക്ക് സമയം മിക്കവാറും നെക്സ്റ്റ് വീക്ക് നമ്മൾ എഴുതിക്കും. അല്ല ഇത്ര വിശ്വാസമാണ് നമ്മളത് ഒരു നല്ല കാര്യം ചെയ്യുമ്പം പുള്ളി ആരെങ്കിലും കാണണം എന്നൊക്കെ ഒരു വിശ്വാസം. നമ്മളെ എന്ത് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് കിട്ടുമല്ലോ അത് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ വിചാരിച്ചു എഴുതുന്നതിന്റെയും അതുപോലെ തന്നെ വീട് പാല് കാച്ചുന്നതിന്റെയും സമയം നോക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. രാത്രിയല്ല 6-7 മണിയായിട്ടോ. അപ്പം നേരെ നമുക്ക് പോയിട്ട് നമ്മൾ അടുത്ത പ്രമാണം എഴുതുന്നതിൻ്റെ ഡേറ്റ് നോക്കണം, പാലാച്ചിൻ്റെ ഡേറ്റ് നോക്കണം. കുഞ്ഞിൻ്റെ ചിരടിട്ട് കഴിഞ്ഞ് നമ്മൾ കയറി താമസിക്കാൻ വേണ്ടി പോവുകയാണ് പുതിയ നമ്മുടെ സ്വന്തം വീട്ടിൽ. നമ്മള് വീട് വാങ്ങാൻ പോകുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ സന്തോഷമില്ല, നിങ്ങൾക്ക് എന്തായാലും സന്തോഷമില്ലാത്ത വീട് വാങ്ങാൻ പോകുന്ന പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത് ലൈഫിൽ നമ്മൾ എത്രയോ ഒരുപാട് ആൾക്കാർ സ്വപ്നമാണ് സ്വന്തമായിട്ട് വീട് മണ്ണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ സ്വന്തമാക്കാനായിട്ട് കുറച്ച് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ചയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷം. ആ വീട്ടിലോട്ട് നമുക്ക് ഇന്ന് പോകണം. പക്ഷെ അതിന്റെ വീഡിയോ നമ്മളിപ്പോൾ ഇടുന്നില്ല, വീട് നമുക്ക് പിന്നെ കാണിക്കാം, അതൊക്കെ പിന്നെ കാണിക്കാമല്ലോ, സമയമുണ്ടല്ലോ. അപ്പം വീട്ടിലോട്ടൊന്ന് പോകണം. നമ്മൾ ആ വീട് വാങ്ങിയിട്ട് നമ്മൾ ഒരു ആകെപ്പാടെ മൃദുല ആ വീട്ടിൽ ഒരു വട്ടം വന്നിട്ടുള്ളൂ. തിരുവനന്തപുരത്തിന് അടിച്ചുറക്കാൻ വീടും അല്ലെങ്കിൽ പിന്നെ റെന്റും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഫുള്ള് കൊണ്ട് കറങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ പോകാൻ വേണ്ടി മാത്രം ഒരു 14,000 രൂപയുടെ പെട്രോൾ ഞാൻ ഈ വണ്ടിക്കകത്ത് അടിച്ചാണ്. സീരിയസ്ലി അമ്മാരി കറക്കുമായിരുന്നു. അപ്പൊ നമ്മളിത് സമയമൊക്കെ നോക്കിയിട്ട് വന്നിട്ടുണ്ട് റൂമിലോട്ട്. ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് ഉറങ്ങുന്നേ ഇല്ല. ഒന്ന് ഉറങ്ങിക്കോണം രാത്രി. എനിക്ക് വയ്യ കുത്തിയിരുന്ന് പാലല്ല, ഞാനല്ല പലരുന്നു എന്റെ അമ്മച്ചി. എന്നാലും കുത്തിയിരുന്ന് ഉറക്കം കഴിയാൻ എനിക്ക് വയ്യ. ഇവിടെ കിടന്ന് കീറ്റിലൂടെ കീറ്റില്ല. എനിക്കാണെങ്കിൽ സൈഡിൽ കിടന്ന് ഉറക്കം വരുന്നില്ല. അയ്യണ്ടാ, ഇനി കീറാൻ കിടക്കുന്നതേ ഉള്ളു. അച്ഛൻ ഇപ്പൊ ഉറങ്ങണ്ട അങ്ങനെ. അച്ഛൻ പറയുന്ന കേട്ടോ, ഇന്ന് ഇച്ചിരി മൂഡ് ഔട്ടായിട്ട് ഇരിക്കുന്നു. അല്ല മൂഡ് ഔട്ടല്ല, ഇന്ന് ഉറങ്ങാതിരിക്കുന്ന കേട്ടോ. ഞങ്ങള് പോയപ്പോ കൊണ്ടുപോയില്ല, അതുകൊണ്ടാണ് എന്തോ ഉറങ്ങുന്നേ ഇല്ല. അമ്മച്ചി എന്നെ കളഞ്ഞിട്ട് എങ്ങോട്ടാ പോയേ? നോക്കുന്നു. നെക്സ്റ്റ് വീക്ക് നമ്മൾ സമയം എടുത്തിട്ടുണ്ട് എഴുതാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന്റെ ചരടുകിട്ട് കുഞ്ഞ് ജനിച്ചിട്ട് 28ാമത്തെ ദിവസത്തിന്റെ അന്നാണ് നമ്മുടെ വീടിന്റെ എഴുത്ത്. അതൊക്കെ എന്ത് കുഞ്ഞിന് അന്നല്ല 28 കിട്ടുന്നത് നമ്മള്. അതുകൂടെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞാണ് കുഞ്ഞിന് 28 കിട്ടുന്നത് അപ്പോഴല്ല. പക്ഷെ കുഞ്ഞ് ജനിച്ചിട്ട് 28ാമത്തെ ദിവസത്തിലാണ് നമ്മുടെ സ്വന്തം വീട്ടിന്റെ എഴുത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാം നിന്റെ ഭാഗ്യമാടേ. എല്ലാം സ്മൂത്തായിട്ട് നടക്കട്ടെ. അപ്പം ഇനി വീടും കൂടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് അടുത്ത ചരടിട്ട് വരുന്നു. ചരടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറി താമസിക്കാനായിട്ട് പോവുകയാണ്. ഭയങ്കര ഉത്തരവാദിത്തം. എല്ലാം എന്തൊക്കെ നോക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞ അവിടുത്തെ സ്വിച്ചും കാര്യങ്ങളും പഠിക്കാൻ തന്നെ ഒരാഴ്ച എടുക്കേണ്ടി വരും. ലൈറ്റ് എല്ലാം കൂടി ഇട്ട് നോക്കുക, ഏതാ എന്തോന്ന് അറിയാൻ വയ്യ. അച്ഛനെ നമുക്ക് വീട്ടിൽ പോകണ്ടേ? നമുക്ക് വീട്ടിൽ പോകണ്ടേ? എല്ലാം സൈഡ് തിരിഞ്ഞ് നോക്കുക. നമുക്ക് വീട്ടിൽ പോകണ്ടേ? പുതിയ വീട്ടിൽ പോകണ്ടേ? പാലോടിക്കാനാണ് തോന്നുന്നു. അപ്പൊ ഹാപ്പി ആയിട്ട് ഈ ഒരു ബ്ലോഗ് കൂടെ എൻഡ് ചെയ്യാണ് ഗൈസ്. അപ്പൊ ബൈ ബൈ. അപ്പൊ ബ്ലൂമടിയുടെ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ക് പിടിച്ചോളാൻ പിന്നെ അച്ഛന്റെ ബ്ലൂം